നമ്മുടെ അഭിഷേകത്തിന് ദീപമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഒരു ചെറിയ വാക്ക് പറയാം. 5 മിനിറ്റേ ഉള്ളൂ. ഇവിടെ 5 മിനിറ്റ് ആയാലും പുറത്ത് 1 മണിക്കൂർ. കാര്യം ഇത് സ്വർഗത്തിലെ അഭിഷേകമാണ്. ഞാൻ പറയാം, ഡോണ്ട് ലൂസ് യുവർ അനോയിന്റിംഗ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടായതിനോട് പറയാനുള്ളത്, ഡോണ്ട് ലൂസ് യുവർ അനോയിന്റിംഗ്. നമ്മളെല്ലാം അഭിഷേകത്തെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ ഹൃദയത്തിൽ തന്നത് ദൈവത്തിന്റെ അഭിഷേകത്തെ നമ്മൾ യൂസ് ചെയ്യുന്നു. We have to honor that anointing. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഹോണർ ചെയ്യുന്നു. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിന്റെ അഭിഷേകത്തെ ഡിസ്ഹോണർ ചെയ്തു. അഭിഷേകത്തെ എന്ത് ചെയ്തു? ഡിസ്ഹോണർ ചെയ്തു. ഡിസ്ഹോണർ ചെയ്തു. എന്താ ചെയ്തെന്ന് അറിയാമോ? സ്തോത്രം. അവന്റെ കണ്ണ് ഈവിൾ ഐസായി മാറി. അവന്റെ പൊസിഷനെ അവൻ മറന്നുപോയി. പലപ്പോഴും ഞാനും നിങ്ങൾ നമ്മുടെ പൊസിഷനെ മറക്കുന്നതാണ്. നമ്മുടെ പൊസിഷൻ മറന്നാൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. എല്ലാവരും നമ്മളൊരു നിന്ദാപാത്രമായി മാറാൻ സാധ്യതയുണ്ട്. ദാവീദിന്റെ ഐസ് ഈവിൾ ഐസായി പറഞ്ഞത്. ഈവിൾ ഐസായി ദാവീദ് നോക്കിയത് സ്റ്റോറി നിങ്ങൾക്കറിയാം. ദാവീദ് നോക്കിയത് അവന്റെ കണ്ണിലൂടെ കയറി അതൊരു വ്യഭിചാരത്തിലേക്ക് കടന്നുപോയി. എന്താ സംഭവിച്ചെന്നറിയാമോ? അവന്റെ മുഴുവൻ സ്തോത്രം ഹല്ലേലൂയ കുടുംബത്തിന്റെ തലമുറകളെ വാളിനാൽ ദൈവം രഹസ്യത്തിൽ ചെയ്തതിനെ പരസ്യത്തിൽ അടിച്ചു. We have to honor the presence of God. We have to honor the presence of God. അത് പാസ്റ്ററിനെ ദൈവം നോക്കത്തില്ല, വിശ്വാസിയുടെ ദൈവം നോക്കത്തില്ല. രഹസ്യത്തിൽ ചെയ്തതിനെ പരസ്യത്തിൽ അടിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്ന സ്ഥലം, നമ്മൾ നിൽക്കുന്ന ഇടം, അതുകൊണ്ട് വളരെയധികം ഹോണർ ചെയ്ത് കർത്താവിനെ സേവിക്കുക. മനുഷ്യനെ നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ യേശുവിനെ നോക്കി, യേശുവിനെ പ്രോസ്റ്റിറ്റ്യൂട്ടായ ഒരു സ്ത്രീ കടന്നു വന്നു. അവർക്ക് ഈ പെണ്ണിനെ കൂടി എങ്ങനെ ചേർക്കാമെന്നല്ല, അവൾ എങ്ങനെ ഒരു സുവിശേഷയാക്കാണ്. ഹല്ലേലൂയ. മൂത്തവരെങ്ങനെ കാണുന്നത്? മൂത്തവരെങ്ങനെ കാണണം? 6 പാക്കുള്ള ചേട്ടന്മാർ അടുത്തവരും എങ്ങനെ കാണണം? എങ്ങനെ കാണണം? അവര് അപ്പന്മാരെ പോലെ കാണണം. എളിയ സ്ത്രീകളെ എങ്ങനെ കാണണം? പൂർണ്ണ നിർമ്മലതയോടെ. മൂത്ത സ്ത്രീകളെ എങ്ങനെ കാണണം? അമ്മമാരെ പോലെ കാണണം. അമ്മമാരെ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ എന്റെ ചർച്ചിൽ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കില്ല. ഹല്ലേലൂയ. അവർ വീട് പോകാൻ അനുവദിക്കുക. ഹല്ലേലൂയ. We have to fear the Lord. ദൈവത്തിന്റെ ഉൾപ്പിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിൽ കർത്താവിനെ ഭയപ്പെടുവാൻ നമ്മൾ തയ്യാറായാൽ, we have to honor your anointing. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ ബഹുമാനിച്ചാൽ അത് നിങ്ങളെ ബഹുമാനിക്കും. അതിനെ അപമാനിച്ചാൽ അത് നിങ്ങളെ അപമാനിക്കും. അതാണ് ഇന്ന് പ്രസംഗിക്കുന്ന ഞാനായാലും ശരി. If you are not honoring the presence of God. ദൈവത്തിന് എത്ര വർഷം കർത്താവിനെ സേവിച്ചത് ദൈവത്തിന് വിഷമമുള്ള കാര്യമില്ല. ഞാൻ നിന്ന ദൈവത്തിന്റെ വാരി. ഹല്ലേലൂയ. ഓ ജീസസ്.
നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. ഇതുവരെയും വലിയൊരു ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ സ്വർഗ്ഗത്തിലെ ദൈവം ഈ മീറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ മഹാബലി കൃപയ്ക്ക് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. റിജോയ്സ് മിനിസ്ട്രിയുടെ നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത പാസ്റ്റർ റജില ചവന്ന്, അതിനോട് അണിനിരന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിന്റെ അഭിഷിക്തന്മാരും, ഈ ദൈവസഭ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത പാസ്റ്റർ ദൈവസഭ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ നമ്മുടെ നാടുകളിലായിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തന്മാർ എല്ലാവർക്കും, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ സഭയിലെ എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത പാസ്റ്റർ പൈച്ചോർക്ക് എല്ലാവരെയും ക്രിസ്തീയ നാമത്തിൻ്റെ സ്നേഹവന്ദനം ഞാൻ അർപ്പിക്കുകയാണ്. തുടർന്ന് പോലുകളൊന്നും കൂടാതെ ദൈവജനിച്ചത്തേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സന്ദേശത്തിനൊരു തീമുണ്ട്. ആ തീം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10:38 ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ തീം എന്ന് പറയുന്നത് അഭിഷേകമാണ്. ഇവിടെ നാം വായിച്ചു കേട്ടത് നസ്രായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തത് നാം വായിച്ചു കേട്ടത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും അഭിഷേകം ചെയ്തത് ദൈവം അവനോട് കൂടി. ഇവിടെ യേശുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തതിന്റെ കാരണങ്ങൾ നമുക്ക് താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. നന്മ ചെയ്യുവാനും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നമുക്കറിയാം. യേശുക്രിസ്തു തൊട്ടവർ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു നന്മ ചെയ്ത് താഴ്ന്നായുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. യേശുക്രിസ്തുവിനെ പോലെ താഴ്ന്നുള്ള ഒരു വ്യക്തി ഈ ലോകത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ശിഷ്യന്മാരുടെ കാൽക്കടിയിലെ ഗുരുക്കന്മാരെ ആരെയും നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയത്തില്ല. പക്ഷെ കാണുവാൻ കഴിയുന്ന ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാണ്. ആ താഴ്മയുള്ള ജീവിതവും നന്മ നിറഞ്ഞ ജീവിതത്തിലുടമയായിത്തീരുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ 10:38 നമുക്കറിയാം, അഭിഷേകം ചെയ്തു. യേശു നന്മ ചെയ്തു. രോഗികളെയും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്: ദൈവം അവനോട് കൂടെ. ദൈവം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സന്ദർഭത്തിലും ഒരു സെക്കൻഡ് പോലും അണുവിടാതെ ദൈവം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. അഭിഷേകം എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെയുള്ളതാണ്. ഈ അഭിഷേകം ദൈവം യേശുവിനോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് എന്ന് പറഞ്ഞാൽ യേശു ഈ അഭിഷേകത്തെ നിലനിർത്തി. അഭിഷേകം നാം പ്രാപിക്കുന്നതിനേക്കാൾ അഭിഷേകം നിലനിർത്തുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അഭിഷേകം ഒരുപക്ഷെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിൽ പകരം, പക്ഷെ അഭിഷേകം പകർന്നു കിട്ടിയാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കപ്പെടുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥങ്ങളൊക്കെ നമ്മോട് മുമ്പ് ശുശ്രൂഷിച്ച കർത്താവിന്റെ അഭിഷേകന്മാരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഭിഷേകത്തിന് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അഭിഷേകം നമ്മിൽ ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിന് അതിനകത്തൊരു ദൈവ പദ്ധതിയുണ്ട്. അപ്പോൾ അഭിഷേകം ഒരുവൻ പ്രാപിക്കുമ്പോൾ അതിനകത്ത് ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഒരു പദ്ധതി ഉള്ളതുപോലെ തന്നെ പിശാചിനും അഭിഷേകം പ്രാപിച്ചവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ദൈവത്തിന് അഭിഷേകം ചെയ്ത ആ ഒരുവനിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു പദ്ധതിയായി നിലനിൽക്കുമ്പോൾ തന്നെ അഭിഷേകം പ്രാപിച്ച നിത്യമേ പിശാച് നിനക്കെതിരെ അഭിഷേകത്തെ തകർക്കാൻ, അഭിഷേകത്തിൽ നീ നിലനിൽക്കാതെ വിശുദ്ധിയിൽ നിന്നെ താഴ്ത്താൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് അവന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അഭിഷേകത്തിന്റെ നിറവിൽ നാം ആയിരിക്കുമ്പോൾ ഈ അഭിഷേകം നിലനിർത്തുക, അതാണ് ഏറ്റവും പ്രാധാന്യം. ഒന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അഭിഷേകം എന്ന് പറയുന്നത് ദൈവത്തിൽ
അകത്ത് നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, തിരുവചനത്തിനകത്ത് ശിംശോൻ എന്ന വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശിംശോനെ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകത്താൽ നിറച്ച ഒരു ന്യായാധിപനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിംശോൻ. ഈ ശിംശോനെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ കാരണം ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുക, അതായത് ഒറ്റ പദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ ശിംശോൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ശിംശോൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. പക്ഷെ വലിയ കാര്യങ്ങൾ ശിംശോൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ശിംശോൻ പോലും അറിയാതെ ശിംശോൻ വിശുദ്ധി വിട്ട് പാപത്തിന്റെ കുഴിയിലേക്ക് ശിംശോൻ വീഴാനിടയാണ്. ആ സമയത്തും ശിംശോൻ ദലീലയുടെ മടിയിലൊക്കെ കിടക്കുമ്പോഴും ശിംശോൻ ദലീല ഇതാ ഫിലിസ്ത്യൻ വരുന്നു എന്ന് പറയുമ്പോൾ ചാടി എഴുന്നേറ്റ് ആ ചണനൂലുകളൊക്കെ പൊട്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ ശിംശോൻ പോലും അറിയുന്നില്ല പാപത്തിന്റെ കുഴിയിലാണ് കിടക്കുന്നതെന്ന്. അല്പസമയത്തിനകം ഈ അഭിഷേകം തന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് ശിംശോൻ പോലും അറിഞ്ഞിരുന്നില്ല. ലേഖനത്തിലൊരു വാക്യമുണ്ട്, 7:11, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാണ്, എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. പാപത്തിന് അവസരം കൊടുത്താൽ ഈ പാപം നിന്നെ കൊല്ലും, പാപം ചതിക്കും, പാപം ചതിക്കുടിക്കകത്ത് നമ്മെ കൊണ്ടുവിടും. അതുകൊണ്ട് ഒരു ദൈവവൈതൽ, അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈതൽ പാപത്തിന് അവസരം കൊടുക്കാതെ മുന്നോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അവളെയാണ് നാം വിജയിക്കുവാനിടയാകുന്നത്. ഇവിടെ നമുക്കറിയാം, ശിംശോൻ തിമ്നയിൽ തന്റെ അപ്പനെയും അമ്മയെ കാണിക്കുവാൻ വേണ്ടി ശിംശോൻ ഒരു യാത്ര പുറപ്പെടുകയാണ്. ആ സമയത്ത് ബാലസിംഹം തനിക്ക് നേരെ പുറപ്പെടുവാനിടയായി. തനിക്ക് നേരെ പുറപ്പെട്ടു വന്നപ്പോൾ ശിംശോൻ ഈ ബാലസിംഹത്തെ ഈസിയായിട്ട്, വെരി കെയർഫുൾ ആയിട്ട് ശിംശോൻ വലിച്ചു കീറി. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ശിംശോൻ അതിനെ ജയിച്ചു. ഈ ശിംശോന്റെ മേൽ ദൈവം ഒരു ഇത് കൊടുത്തിരുന്നു, കൽപ്പനയുണ്ടായിരുന്നു, നീ നാസിയായിരിക്കണം. തന്റെ അപ്പന്റെ അമ്മയുടെ അടുക്കലാണ് ഈ കൽപ്പന ദൈവം കൊടുത്തത്. അപ്പോൾ ഈ ശിംശോൻ യാത്ര പുറപ്പെടുമ്പോൾ ബാലസിംഹത്തെ വലിച്ചു കീറി. നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ജയിക്കും, പക്ഷെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വലിയ കെയർഫുൾ ആയിരിക്കത്തില്ല. ഇതിനാൽ പറയാം, അഭിഷേകം പ്രാപിച്ച ഒരു ദൈവപൈതൽ വലിയ കാര്യത്തിൽ ചെറിയ കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കണം. കാരണം ഈ ബാലസിംഹത്തെ ജീവനുള്ള ബാലസിംഹത്തെ ജയിച്ച ശിംശോൻ തിരിച്ചൊരു യാത്ര ചെയ്യുമ്പോൾ ഈ സിംഹത്തിന്റെ ചത്ത ശവശരീരം ഉടൻ അവിടെ കിടക്കുകയാണ്. ആ ഉടനെ തേനീച്ചയുടെ കൂട് അവിടെ ഉണ്ട്. ശിംശോൻ എന്താ ചെയ്തത്? ആ യാത്രയിൽ ആ തേനി ആ ഉടലിൽ നിന്ന് എടുത്ത് താൻ രുചിക്കുവാനിടയായി. ശിംശോന് ശവത്തിന്മേൽ തൊട്ടൂടെ അവൻ നാസിയായിരിക്കണം. പക്ഷേ ശിംശോൻ ആ ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് വീഴുവാനിടയായി. ജീവനുള്ള സിംഹത്തെ ജയിച്ച ശിംശോൻ ഒരു ചത്ത സിംഹത്തിന്റെ മുമ്പിൽ തോറ്റുപോയി. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ വെരി കെയർഫുൾ ആയിരിക്കണം. വലിയ വിഷയത്തിനകത്ത് മാത്രം ജയിച്ചാൽ പോരാ. ഒരു ചെറിയ വിഷയത്തിനകത്ത് ഈ ദൈവത്തിന്റെ മക്കൾ വെരി കെയർഫുൾ ആയിരിക്കണം. ഒരു ചെറിയ വിഷയം പോലും നിന്നെ പരിചയപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഈ ശിംശോൻ മുന്നോട്ട് പോവുകയാണ്. ഈ ശിംശോനെ ദലീലയുടെ മടിയിൽ ശിംശോൻ അകപ്പെട്ടപ്പോൾ അതിനെ തുടർന്ന് ചുരുക്കി പറയുകയാണ്, ശിംശോന്റെ ശക്തി ഏതിനെന്ന് മനസ്സിലാക്കിയ ദലീല അതിനെ ഖണ്ഡിച്ചു കളയുവാനിടയായി. ഖണ്ഡിച്ചു കളഞ്ഞതിന് ശേഷം ഫിലിസ്ത്യർ വന്ന് തന്നെ പിടിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് അവിടെ ശിംശോനെ കോലാഹലമായി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പറയാം, ദൈവം പകർന്ന അഭിഷേകം മറ്റുള്ളവരുടെ മുമ്പിൽ കോലാഹലമായി നിൽക്കാനല്ല, ദൈവശക്തിയായി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി പക്ഷെ ശിംശോൻ വിശുദ്ധിയിൽ നിന്ന് വീണത് കൊണ്ട് ശിംശോന് കോലാഹലമായി നിൽക്കേണ്ടി വന്നു. അവിടെ ശിംശോൻ പരാജയപ്പെട്ടു. ദൈവശക്തി ശിംശോൻ അപേക്ഷിച്ചപ്പോൾ ദൈവം ശക്തി പകർന്നു. ശിംശോൻ മുമ്പ് കൊന്നവരെക്കാളും അധിക പേരെ കൊന്നു, ശരിയാ. പക്ഷെ ഇപ്പോൾ ശിംശോൻ ഒരു ശവമായി കിടക്കുന്നത് ആ ഫിലിസ്ത്യരുടെ ഇടയിലായിരുന്നു. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് അതിന്റെ ഇടയിൽ ഒരു ശവമായിട്ട് കിടപ്പാനല്ല. പക്ഷെ ശിംശോൻ കിടക്കേണ്ടി വന്നു. തന്റെ ദൗത്യം, ഈ അഭിഷേകത്തിന്റെ വില താൻ വന്നപ്പോൾ
ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഈ അഭിഷേകത്തിന്റെ വില നാം മനസ്സിലാക്കിയാൽ നാം ഒരിക്കലും പാപത്തിന് അവസരം കൊടുക്കത്തില്ല. നമ്മൾ അതിനകത്ത് വെരി കെയർഫുൾ ആയിരിക്കും. എന്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒരു ഫോൺ വീഡിയോ എഡിറ്റ് ചെയ്യണം, ഒരു ഫോൺ ഐഫോൺ. എന്റെ കയ്യിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഫോണ് അത് ചെറിയ രൂപയാണ്, ഒരു 7000 രൂപയുടെ ഫോണാണ്. പക്ഷെ ആ ഫോൺ മുറുകെ പിടിക്കുന്നത് പോലെയല്ല എന്റെ ഐഫോൺ എന്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ മുറുകെ പിടിക്കുന്നത്. അതിന് വേല്യൂ കൂടുതലാണ്. നമ്മളെ വേല്യൂ തിരിച്ചറിഞ്ഞാൽ, ഈ അഭിഷേകത്തിന്റെ വേല്യൂ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞാൽ ഒരു പാപത്തിന് അവസരം കൊടുക്കത്തില്ല. ഒന്നിന്റെ പുറകെ ലോകത്തിന്റെ പിന്നാലെ പോകത്തില്ല. പിശാചിന്റെ തന്ത്രത്തിന് അവസരം കൊടുക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ അഭിഷേകത്തിന്റെ വേല്യൂ മനസ്സിലാക്കി മുന്നോട്ട് ദൈവമക്കളെ യാത്ര ചെയ്യണം. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയായിട്ട് ശുശ്രൂഷ, പക്ഷെ അതിനകത്ത് പരാജയപ്പെട്ട ശുശ്രൂഷ. പക്ഷെ ഇന്ന് ഞാൻ പകൽക്കാലം പറയാം, ദൈവത്തിന്റെ പദ്ധതി ദൈവം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തവർ പരാജയപ്പെട്ടെന്ന് വെച്ച് ദൈവത്തിന്റെ പദ്ധതി ദൈവം നഷ്ടത്തില്ല. അതിനകത്തൊരു മർമ്മമുണ്ട്. ശിംശോൻ പരാജയപ്പെട്ടു, ശരിയാണ്. പക്ഷേ ഈ അഭിഷക്തന്മാരെ പരാജയപ്പെടുത്തുന്ന ഒരു മണ്ഡലമുണ്ട്, ദാഗോൻ. ഈ ദാഗോൻ എന്ന് പറയുന്നത് വെളിയിൽ വരത്തില്ല, അവൻ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കത്തുള്ളൂ. നമുക്കറിയാം, ഏലി പുരോഹിതൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയപ്പോൾ അയ്യോ മഹത്വം പോയി എന്ന് പറഞ്ഞ് താൻ കടുത്തൊഴിഞ്ഞ് വലിച്ചപ്പോ ഇപ്രകാരം നമുക്ക് ചിന്തിക്കാൻ കഴിയും, അവനെ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന്. അവിടെ ഒരു പരാജയത്തിന്റെ വലിയൊരു അഭിഷക്തന്റെ കുടുംബത്തിനകത്ത് വലിയൊരു കണ്ണുനീരിന്റെ വിലാപത്തിന്റെ അവസ്ഥ വന്നപ്പോ പെട്ടകം പിടിപെട്ടുപോയി. ഇനി അതിനകത്ത് ഒരു നന്മയില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന് അതിനകത്ത് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. മകനിരിക്കുന്ന ദാഗോന്റെ മുമ്പിൽ ചെന്ന് ഈ ദാഗോനെ തകർത്തുക, അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, മറഞ്ഞിരിക്കുന്ന ദാഗോനെ നാം തിരിച്ചറിയാതെ പോകരുത്. അതിന് അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ ഉള്ളിൽ നാം ആരാധിക്കുമ്പോൾ, ആത്മാവിന്റെ നിറവിൽ ആരാധിക്കുമ്പോൾ പുറമെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു വീതിയല്ല നാം കാണുന്നത്. അതിനെ ചെറുത്തു വിടുന്ന, അതിന്റെ മറഞ്ഞിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമാണ്. അതിനെ തകർത്താൽ നീ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇനി നിന്നെ പിന്തുടരത്തില്ല. അതുകൊണ്ട് ഇത് പരസ്പരം ഞാൻ പറയാം, ആ മണ്ഡലം പ്രാപിച്ച ദൈവമക്കൾ അഭിഷേകത്താൽ ആരാധിക്കുമ്പോൾ പുറമെയുള്ള വിഷയത്തെക്കാൾ അത് വളർന്ന് അതിന്റെ ഉറവിടം കണ്ടെത്തി അതിനെ തകർക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഫെലിസ്ത്യൻ പെട്ടകം പിടിച്ച് ദാഗോന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ദാഗോന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ദാഗോനെ നിൽക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. മറഞ്ഞിരിക്കുന്നവനെ ദൈവ സാന്നിധ്യം അവന്റെ അടുക്കൽ പോയി തകർത്ത് കളഞ്ഞു. ഇന്ന് അതിനകത്തൊരു ദൂത് പറയാം, നമുക്ക് കഴിയാത്തത് ദൈവ സാന്നിധ്യത്തിന് കഴിയും. നമുക്ക് എത്താൻ കഴിയാത്തത് ദൈവശക്തിക്ക് കഴിയും. നമുക്ക് എത്താൻ കഴിയാത്ത മേഖലക്കകത്ത് ഇന്ന് ഭാരപ്പെടുന്നുവെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നിരുന്ന് അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ഒരു വർഷം നിന്റെ പ്രാർത്ഥന മതി. അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം കടന്നു ചെന്ന് അതിനെ തകർത്താൻ കഴിയണം. അതുകൊണ്ട് ഈ അഭിഷേകം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അഭിഷേകം എന്ന് പറയുന്ന ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. 2, നമ്മൾ പരാജയപ്പെട്ട മേഖലയ്ക്കകത്ത് ഈ അഭിഷേകം നമ്മൾ ചെയ്യാനായി നിർത്തുക. ഈ പ്രസംഗം നാം പ്രതിവാക്യമായി എടുത്ത് പ്രസംഗിച്ച് ഒരു അഭിഷേകത്തിന് പത്രോസ് എന്ന് പറയുന്നത് പരാജയപ്പെട്ടവരായിരുന്നു. ക്രൂശിന്റെ മുമ്പിൽ യേശു ക്രൂശ് ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് നീ അവന്റെ അടുത്ത് കൂടെയുള്ളവനല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഉറപ്പുള്ള ധൈര്യത്തോട് പോലും പറയാൻ കഴിയാതെ തള്ളിപ്പറഞ്ഞിട്ട് പോയ ഒരു പത്രോസ്, പരാജയപ്പെട്ട ഒരു പത്രോസായി നിലനിൽക്കുമ്പോൾ യേശു വീണ്ടും താൻ ഉപേക്ഷിച്ചു പോയ ആ ഒതുക്കി വെച്ച പടകിനെ എടുത്ത് വീണ്ടും ലോകത്തിന് വേണ്ടി മലയിറക്കാൻ പോയപ്പോൾ യേശു കടന്നു ചെന്ന് പറഞ്ഞത്, പത്രോസേ, നീ ദൈവത്തിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നീ കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ യേശുവിന്റെ വാക്ക് കേട്ട് മാളികയിൽ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. പത്രോസ് കാത്തിരുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചു.
പിന്നീട് തന്റെ ശുശ്രൂഷകൾ, പിന്നീട് തന്റെ ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം വളരെ ദൈവനാമത്തിൽ വളരെ ശക്തമായി ഇറങ്ങിയതായിരുന്നു. ഒറ്റ പ്രസംഗത്തിൽ 3000-നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണ തന്റെ പ്രസംഗം ഒരു അഭിഷേകമുള്ളതായി മാറിയെങ്കിൽ ഇന്നലെ പരാജയപ്പെട്ട ഇടത്ത് ഈ അഭിഷേകം വന്നാൽ അതിന്റെ മുമ്പിൽ നിന്നെ ചെയ്യാൻ നിർത്തും. നമുക്കറിയാം പത്രോസ് മെയിനായിട്ട് പരാജയപ്പെട്ടത് ക്രൂശിന്റെ മുമ്പിലാണ്. അടുത്ത് നമുക്കറിയാം പത്രോസിന്റെ മരണം ക്രൂശിലായിരുന്നു. അന്നത്തെ ഭരണം നിർവഹിക്കുന്ന രാജാവ് പറഞ്ഞു, അന്നത്തെ ഭരണകർത്താവ് പറഞ്ഞു, ഈ പത്രോസിനെ ക്രൂശിച്ചു കൊല്ലണം. പത്രോസ് ആ സമയത്ത് ഒരുപക്ഷെ സാധാരണ മണ്ഡലങ്ങളെല്ലാം പറഞ്ഞാണ്, ഒരുപക്ഷെ ആ പത്രോസ് പരാജയപ്പെടും കേട്ടോ. ഒരു ക്രൂശിന്റെ മുമ്പിൽ പത്രോസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിനെ ഇവന്റെ കൂടെ ഉള്ളവനെന്നല്ലേ പറഞ്ഞത് എന്നും കേട്ടപ്പോൾ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തവൻ ഈ ക്രൂശിന്റെ മരണത്തിന്റെ മുമ്പിൽ എങ്ങനെ നിലനിൽക്കാണ്? ആ സമയത്ത് പത്രോസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ ക്രൂശ് മരണം എനിക്ക് വേണ്ട, പക്ഷെ എന്റെ ഗുരുവിനെ ക്രൂശിച്ചത് എങ്ങനെയാ? ഇതിനേക്കാൾ വേദനജനകരമായി തലക്കീഴായി എന്നെ ക്രൂശിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം സന്തോഷിക്കുകയാണ്. ഒരിക്കൽ ക്രൂശിന്റെ മുമ്പിൽ പരാജയപ്പെട്ടവർ ഇപ്പോൾ ക്രൂശിന്റെ വിജയത്തോടെ നിൽക്കില്ല. പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചു വന്നു. വേദനജനകരമാണ്. തലകീഴായിട്ട് ക്രൂശിക്കുമ്പോൾ വേദന വർദ്ധിക്കും. നോർമലായിട്ട് ക്രൂസിഫൈ ചെയ്യുന്നത് പോലെയല്ല, പക്ഷേ വേദനകരമായ ക്രൂശ് മരണം താൻ എടുക്കുന്നതിനകത്ത് തന്നെ സ്വാധീനിച്ച ഒന്നേയുള്ളൂ താൻ പ്രാപിച്ച പത്രോസിന്റെ മാളികയിൽ താൻ അനുഭവിച്ചതിന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ലോകത്തിനകത്ത് പല വഴികളും നിങ്ങളെ കൊടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിനകത്ത് ഈ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന മണ്ഡലത്തിനകത്ത് വിജയത്തോടെ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഈ അഭിഷേകത്തെ നാം തിരിച്ചറിയണം. ഒന്ന്, അഭിഷേകം അതിനകത്തൊരു ദൈവ പദ്ധതിയാണ്. നാം പരാജയപ്പെട്ടാലും ദൈവം അതിൽ പരാജയപ്പെടുത്തില്ല. 2, പരാജയപ്പെട്ട സ്ഥാനത്തെ ജയത്തോടെ ഈ അഭിഷേകം നമ്മളെ നിർത്തും. അതുകൊണ്ട് ഈ അഭിഷേകം 2026 തുടങ്ങിയിട്ട് 5ാമത്തെ ദിവസമാണ് നാം വയ്ക്കുന്നത്. അതുകൊണ്ട് അഭിഷേകത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം നൽകിയ കർത്താവിനെ വിശുദ്ധമാക്കി എല്ലാവർക്കും ക്രിസ്തു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ സന്ദേശത്തിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. മനോഹരമായിരിക്കുന്ന ഒരു സ്വന്തം ടിവിയിൽ വെച്ച് നമ്മുടെ മധ്യയിൽ പകർന്നു നൽകിയ കർത്താവിന്റെ ദാസൻ രാജേഷ് പാസ്റ്റർ നന്ദി അറിയിക്കുകയാണ്. ഈ ഫസ്റ്റ് സെഷനുടെ സമാപ്തി കുറിക്കുവാൻ നമ്മൾ തുടങ്ങുന്നു. ദൈവകൃപയാൽ ഈ മനോഹരമായിരിക്കുന്ന മീറ്റിംഗിലേക്ക് പാസ്റ്റർ ജെയ്സനും എത്തിച്ചേരാൻ ദൈവം കൂടെ വരുത്തിയത്. തുടർന്നുള്ള സെഷനുകളിൽ കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം അവസാന നിമിഷം വരെയും ഉണ്ടാകും. കർത്തൃദാസനെയും സ്മൃതി യോഗ പരമ്പരയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ കണ്ണുകളും ദൈവശ്രീകളെ ഇത്രത്തോളം ഈ സെഷൻ ഏറ്റവും അനുഗ്രഹകരമാക്കി ദൈവം മാറ്റുവാനിടയായിരുന്നു. നാം ഒരുമിച്ച് ദൈവശ്രീ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ